നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ദ മേക്കിംഗ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് 1870s to 1947. 1870 തൊട്ട് 1947 വരെയുള്ള ആ ഒരു നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം പീപ്പിൾസ് മഹാത്മയെക്കുറിച്ച്, മഹാത്മാഗാന്ധിയെക്കുറിച്ച്. We can see from the above that sometimes people thought of Gandhiji as a kind of messiah, as someone who could help them overcome their misery and poverty. അപ്പോൾ നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ നേരത്തെ ഓൾറെഡി നോക്കിയതായിരുന്നു ഇതിനു മുമ്പുള്ള പാർട്ടുകളിൽ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ, കഷ്ടപ്പാടുകളിലൂടെ കടന്നിരുന്ന ആ ജനം അവർ ഈ ഗാന്ധിജി ഒരു മിശിഹ ആയി കണ്ടു. ആൻഡ് സംവൺ ഹൂ കുഡ് ഹെൽപ്പ് ദം ടു ഓവർകം ദെയർ മിസറി. അവരുടെ കഷ്ടപ്പാടും അവരുടെ പോവർട്ടിയും അവരുടെ ദാരിദ്ര്യമൊക്കെ അകറ്റാനായി വന്ന ഒരു മിശിഹ ആയിട്ടാണ് ഗാന്ധിജിയെ ആ പാവപ്പെട്ട ജനങ്ങൾ കണ്ടത്. ഗാന്ധിജി വിഷ് ടു ബിൽഡ് ക്ലാസ് യൂണിറ്റി. എല്ലാ ക്ലാസ്സുകളിലും, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, എല്ലാവരുടെയും ഇടയിലെ ഒരു ക്ലാസ് യൂണിറ്റി ഉണ്ടാക്കാനാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. നോട്ട് ക്ലാസ് കോൺഫ്ലിക്റ്റ്. പല ക്ലാസ്സുകളുടെ ഇടയിൽ, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഇതിൻ്റെ ഇടയിലൊന്നും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ഗാന്ധിജി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നിരുന്നാലും പെസൻസ്, ഈ പാവപ്പെട്ട കർഷകർ, ദേ കുഡ് ഇമാജിൻ ദാറ്റ് he would help them in their fight against zamindars. അപ്പോൾ ജമീന്ദാറുമായിട്ട്, ജന്മികളോടുള്ള ഫൈറ്റിൽ, അവരുടെ ഈ കർഷകരുടെ ജന്മിമാരോ തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൽ ഈ ഗാന്ധിജി അവരെ സഹായിക്കുമെന്ന് ഈ പാവപ്പെട്ട കർഷകർ വിചാരിക്കുകയാണ്. ദ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ബിലീവ്ഡ് ഹി വുഡ് പ്രൊവൈഡ് ദെം ലാൻഡ്. ഈ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് അവർ വിചാരിക്കണം അവരുടെ ലാൻഡ് അവർക്ക് കിട്ടും, അവർ ജോലി ചെയ്യുന്ന ലാൻഡ് അവർക്ക് കിട്ടും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. അറ്റ് ടൈംസ് ഓർഡിനറി പീപ്പിൾ ക്രെഡിറ്റഡ് ഗാന്ധിജി വിത്ത് ദെയർ ഓൺ അച്ചീവ്മെൻറ്റ്സ്. ചിലപ്പോഴൊക്കെ അവരുടെ അച്ചീവ്മെൻറ്റ് പോലും ഗാന്ധിജി കാരണമാണ് നടന്നത് എന്ന് ക്രെഡിറ്റ് കൊടുക്കുമായിരുന്നു ആ പാവപ്പെട്ട ജനങ്ങൾ. ആ സമയത്ത് കഷ്ടപ്പാടും ദുരിതമായി ജീവിച്ചിരുന്ന ആ ജനങ്ങൾ. ഫോർ ഇൻസ്റ്റൻസ് at the end of powerful movement, peasants of പ്രതാപ്ഗഡ് യുപിയിലെ യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നായിരുന്നു പണ്ടതിന് വിളിച്ചിരുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശാണ്. ആ പ്രതാപ്ഗഡിലെ പെസൻസ്, കർഷകർ, അവരൊരു പവർഫുൾ ഒരു മൂവ്മെൻറ്റ് നടത്തി, ഒരു അജിറ്റേഷൻ നടത്തി. അത് കഴിഞ്ഞ് അത് അജിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗൽ എവിക്ഷൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഇല്ലീഗൽ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ റെൻ്റ് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ ഫോഴ്സ്ഫുള്ളായിട്ട് അവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ഇറക്കി വിടുക, അതായിരുന്നു ഇല്ലീഗൽ എവിക്ഷൻ. അതിന് എഗെയിൻസ്റ്റായിട്ട് അവർ റിയാക്ട് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെ അവർ ആ ഒരു ഇല്ലീഗൽ എവിക്ഷനെ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പെസൻസ് ദേ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഗാന്ധിജി ഹൂ ഹാഡ് വൺ ദിസ് ഡിമാൻഡ് ഫോർ ദെം. ഗാന്ധിജിയാണ് അവർക്ക് ഈ ഒരു ഡിമാൻഡ് നേടിക്കൊടുത്തത്, ഈ ഒരു ആവശ്യം അവരുടെ നേടിക്കൊടുത്തത് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു, പ്രചരിപ്പിക്കുകയും ചെയ്തു. അറ്റ് അതർ ടൈം, മറ്റു പല സാഹചര്യങ്ങളിലും യൂസിങ് ഗാന്ധിജീസ് നെയിം, ചിലപ്പോഴൊക്കെ ഗാന്ധിജിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ട്രൈബൽസും പെസൻസും undertook actions that did not conform to Gandhian ideals. Gandhian idealsന് ഒക്കാത്ത കാര്യങ്ങൾ വരെ, ഗാന്ധിജീൻ്റെ ഐഡിയൽസിന് എഗെയിൻസ്റ്റായിട്ട് വരെ ചിലപ്പോഴൊക്കെ ഗാന്ധിജിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ട്രൈബൽസും പെസൻസും ആക്ട് ചെയ്തിരുന്നു, അറ്റാക്ക് ചെയ്തിരുന്നു, അജിറ്റേറ്റ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെയും ചെയ്തിരുന്നു. മഹന്ത്, നമ്മളിതിനു മുമ്പുള്ള ലെക്ചറിൽ നമ്മൾ നോക്കിയായിരുന്നു. മഹന്ത് എന്ന് പറഞ്ഞാൽ സിഖ് ഗുരുദ്വാരകളിൽ ഈ സിഖ് ആൾക്കാരുടെ പള്ളി പോകല്ലേ, പള്ളിയാണത്, ഗുരുദ്വാര അവരുടെ.
അവിടെ റിലീജിയസ് ഫങ്ഷൻസ് നടത്തുന്ന, പൂജയൊക്കെ നടത്തുന്ന, പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ആൾക്കാരാണ് ഈ മഹന്ത്സ് എന്ന് പറയുന്നത്. ഇല്ലീഗൽ എവിക്ഷൻ നമ്മളിപ്പോൾ നോക്കി, ഫോഴ്സിബിൾ ആൻഡ് അൺലോഫുൾ ത്രോയിങ് ഔട്ട് ഓഫ് ടെനൻസ് ഫ്രം ദ ലാൻഡ് ദേ റെൻറ്റ്. അവർ റെൻറ്റ് കൊടുക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഇവരെ ഫോഴ്സ്ഫുള്ളും അൺലോഫുള്ളും ആയിട്ടും അവരെ ഇറക്കി വിടുന്നതിനെയാണ് പറയുന്നത് ഇല്ലീഗൽ എവിക്ഷൻ. ഇവിടെ ഒരു ഇമേജ്, ഒരു ഫോട്ടോ കാണാം. ഇതിൽ ഗാന്ധിജി കൃഷ്ണൻ്റെ രഥം തെളിക്കുന്ന ഗാന്ധിജിയെയും അതുപോലെ തന്നെ മറ്റുള്ള നാഷണലിസ്റ്റ് ലീഡേഴ്സിനെ കാണാം. അവരെല്ലാം ലീഡ് ചെയ്യുന്ന ഗാന്ധിജിയാണ് ഇവിടെ കാണുന്നത്. ഗാന്ധിജി ഒരു ഗോഡ് ഫിഗറായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി. പോപ്പുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു പോപ്പുലറായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. In popular images too, Mahatma Gandhi is often shown as a divine being. ഒരു ദൈവിക മനുഷ്യനായിട്ടാണ്, ദൈവതുല്യനായി കാണുന്നു. occupying a place within the pantheon of Indian godsൻ്റെ ഉള്ളിൽ ഒരു ഡിവൈൻ ബീയിങ് ആയിട്ടാണ് ഗാന്ധിജിയെ കണ്ടത്. ഇൻ ദിസ് ഇമേജ്, ഈ ഇമേജിൽ ഹീ ഈസ് ഡ്രൈവിങ് കൃഷ്ണാസ് ചാരിയോട്ട്, കൃഷ്ണൻ്റെ രഥം തെളിക്കുകയാണ്. ഗൈഡിങ് അതർ നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇൻ ദി ബാറ്റിൽ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബാറ്റിലിൽ മറ്റുള്ള നാഷണലിസ്റ്റ് ലീഡേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന ഗാന്ധിജിയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇമേജിൽ. ഇറ്റ് വാസ് ഹീ ഹു ഗോട്ട് ബേദഖ്ലി സ്റ്റോപ്ഡ് ഇൻ പ്രതാപ്ഗഡ്. ഇതിനെക്കുറിച്ച് നമ്മളിവിടെ നോക്കി. ഈ പെസൻസ് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഈ ലീഗൽ എവിക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ അവരുടെ എജിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടസ്റ്റ് കാരണമായെങ്കിലും ഗാന്ധിജിയാണ് അവർക്ക് വേണ്ടി അത് നേടിക്കൊടുത്തതെന്ന് അവരവിടെ എക്സ്പ്ലെയിൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു റിപ്പോർട്ടിൻ്റെ ഒരു എക്സ്ട്രാക്റ്റാണ് ഇവിടെ പറയുന്നത്. ഫോളോയിങ് ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം എ CID റിപ്പോർട്ട് ഓൺ ദ കിസാൻ മൂവ്മെൻറ്റ്. അതൊരു കിസാൻ മൂവ്മെൻ്റ് ആയിരുന്നു. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകരുടെ മൂവ്മെൻ്റ് ആയിരുന്നു. ഇൻ അലഹബാദ് ഡിസ്ട്രിക്ട്, ജനുവരി 1921. 1921 ജനുവരിയിൽ അലഹബാദിൽ നടന്ന ഒരു കിസാൻ മൂവ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു CID റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്. പ്രതാപ്ഗഡിൽ നടന്ന, UPയിലെ പ്രതാപ്ഗഡിൽ നടന്ന ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട്. The currency which Mr. Gandhi's name has acquired, even in the remotest villages, is astonishing. No one seems to know quite who or what he is, but it is an accepted fact that he says is so, and what he orders must be done. ഇപ്പോൾ ഗാന്ധിജി ആരാണെന്നോ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹം ഓർഡർ ചെയ്യുന്നത് ആൾക്കാർ ചെയ്യുന്നു. ഹീ ഈസ് എ മഹാത്മാ. അദ്ദേഹം ഒരു മഹാത്മാവാണ്, ഒരു സാധുവാണ്. പണ്ഡിറ്റ്, എ ബ്രാഹ്മൺ who lives at Allahabad. Even Dota, a real power of his name is to be traced back to the idea that it was he who got Bedagli stopped in പ്രതാപ്ഗഡിലെ ഈ ബേദഗലി എന്ന് പറഞ്ഞാൽ ഈ ഇല്ലീഗൽ എവിക്ഷൻ, അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഇദ്ദേഹമാണ്, ഈ മഹാത്മാഗാന്ധിയാണ് കാരണമായി എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ആസ് എ ജനറൽ റൂൾ, ഗാന്ധി ഈസ് നൗ തോട്ട് ഓഫ് ആസ് ബീയിങ് antagonist to the government but only to the zamindars. ഈ ഗവൺമെൻറ്റിനെതിരല്ല, ജന്മിമാർക്ക് എതിരാണ്. അങ്ങനെയൊക്കെ ഒരു റിപ്പോർട്ടായിരുന്നു. റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വി ആർ ഫോർ ഗാന്ധിജി ആൻഡ് ദ സർക്കാർ. ഓക്കെ, അടുത്ത് നോക്കാം. ഹാപ്പനിങ്സ് ഓഫ് 1922 to 1929. 1922 മുതൽ 1929 വരെയുള്ള ഹാപ്പനിങ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മഹാത്മാഗാന്ധി, ആസ് യു നോ, വാസ് എഗെയിൻസ്റ്റ് വയലൻറ്റ് മൂവ്മെൻറ്റ്സ്. വയലൻസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു
ഈ മഹാത്മാഗാന്ധി. He abruptly called off the non-cooperation movement when in February 1922 a crowd of peasants set fire to a police station in ചോരി ചോറയിൽ 1922 ഫെബ്രുവരിയിൽ ഈ പെസൻസ് കൃഷിക്കാർ ഒരു പോലീസ് സ്റ്റേഷൻ തീയിടുകയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കോൾ ഓഫ് ചെയ്യാണ്, വേണ്ടാന്ന് വയ്ക്കുകയാണ്. 22 policemen were killed. 22 പോലീസുകാർ ആ ഇൻസിഡൻറ്റിൽ മരിച്ചു. The peasants were provoked because police had fired on their peaceful demonstration. ഈ പെസൻസിൻ്റെ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ അവരുടെ ഡെമോൺസ്ട്രേഷനിൽ പോലീസ് ഫയർ ചെയ്തു. അപ്പോൾ അത് പ്രൊവോക്ക് ചെയ്തു പെസൻസിനെ. അതുകൊണ്ടാണ് ഈ പെസൻസ് പോലീസ് സ്റ്റേഷൻ തീയിട്ടത്. Once the non-cooperation movement was over, Gandhiji's followers stressed that the Congress must undertake constructive work in the rural areas. Non-cooperation movement കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് പറഞ്ഞു, കോൺഗ്രസ് കുറച്ചും കൂടി റൂറൽ ഏരിയാസിൽ കൺസ്ട്രക്റ്റീവ് വർക്ക് അണ്ടർടേക്ക് നടത്തണം. Other leaders such as Chittaranjan Das and Motilal Nehru argued that the party should fight elections. ചിത്തരഞ്ജൻ ദാസും ഇവിടെ നോക്കാം, ചിത്തരഞ്ജൻ ദാസിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ. അദ്ദേഹവും മോത്തിലാൽ നെഹ്റുവൊക്കെ അവർ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ പാർട്ടി ഷുഡ് ഫൈറ്റ് എലക്ഷൻസ്. കൗൺസിൽസിലോട്ടുള്ള എലക്ഷൻസിൽ അവർ മത്സരിക്കണം. അതുപോലെ തന്നെ എൻ്റർ ഇൻ ടു പൊളിറ്റിക്സ്, അതിൽ പ്രവേശിക്കണം. ടു ഇൻഫ്ലുവൻസ് ഗവൺമെൻറ് പോളിസീസിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ എലക്ഷൻ ഫൈറ്റ് ചെയ്ത് കൗൺസിലിലോട്ട് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയി വരണം. ത്രൂ സിൻസിയർ സോഷ്യൽ വർക്ക് ഇൻ ദ വില്ലേജസ് ഇൻ ദ mid-20s, ഗാന്ധിയൻസ് വെയർ ഏബിൾ ടു എക്സ്റ്റെൻഡ് ദെയർ സപ്പോർട്ട് ബേസ്. അപ്പോൾ 1920-കളിലെ മധ്യത്തിൽ ഈ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവരുടെ സോഷ്യൽ വർക്ക് വില്ലേജസിൽ അവർ കുറച്ചും കൂടി സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ സപ്പോർട്ട് ബേസ് കൂടി വന്നു ഈ വില്ലേജസിൽ. ദിസ് പ്രൂവ് ടു ബി വെരി യൂസ്ഫുൾ ഇൻ ലോഞ്ചിങ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ 1930. 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ഈ സപ്പോർട്ട് ബേസ് കുറേ കൂടെ സഹായിച്ചു. ചിത്തരഞ്ജൻ ദാസിൻ്റെ ഫോട്ടോ കാണാം അവിടെ. എ മേജർ ഫിഗർ ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റിലെ ഒരു വലിയൊരു ഫിഗറായിരുന്നു, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ദാസ് വാസ് എ ലോയർ ഫ്രം ഈസ്റ്റ് ബംഗാളിലെ ലോയറായിരുന്നു. ഹി വാസ് സ്പെഷ്യലി ആക്റ്റീവ് ഇൻ ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലെ വളരെ ആക്റ്റീവായ ഒരു ആളായിരുന്നു ഈ ചിത്തരഞ്ജൻ ദാസ്. Two important developments in the mid-20s were the formation of Rashtriya Swayamsevak Sangh (RSS), a Hindu organization, and Communist Party of India. 1920-കളിലെ മധ്യങ്ങളിൽ ഒരു രണ്ട് ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ഒന്ന് RSSൻ്റെ ഫോർമേഷൻ. RSS എന്ന് പറയുന്ന ഒരു ഹിന്ദു ഓർഗനൈസേഷനായിരുന്നു. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫോം ചെയ്ത പോലെ തന്നെ ഹിന്ദു ഓർഗനൈസേഷൻ്റെ ഒരു അസോസിയേഷനായിരുന്നു ഈ RSS. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഈ രണ്ട് ഡെവലപ്മെൻറ്റ്സ് 1920-കളിൽ നടന്നിരുന്നു. These parties have held very different ideas about the kind of country India should be. ഈ രണ്ട് പാർട്ടികൾക്കും എങ്ങനെയായിരിക്കണം ഇന്ത്യ എന്നതിൽ രണ്ട് ഡിഫറെൻ്റ് ഐഡിയാസ് ആയിരുന്നു, RSSൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും. ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ഐഡിയാസ് ഫ്രം ദി ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. റവല്യൂഷണറി നാഷണലിസ്റ്റ് ഭഗത് സിംഗ് ടു വാസ് ആക്റ്റീവ് ഇൻ ദിസ് പീരീഡ്. ഈ സമയത്തായിരുന്നു ഈ റവല്യൂഷണറി നാഷണലിസ്റ്റായ ഭഗത് സിംഗ് ആക്റ്റീവായിരുന്ന സമയം. ഡിക്കേഡ് ക്ലോസ്ഡ് വിത്ത് ദ കോൺഗ്രസ് റിസോൾവിംഗ് ടു fight for Purna Swaraj, complete independence, in 1929 under the presidency of Jawaharlal Nehru. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിഡൻഷിപ്പിൽ
1929 കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് വേണമെന്ന ആവശ്യത്തോടെയാണ് ഈ ഒരു ഡെക്കേഡ് 2020 തൊട്ട് 30 വരെയുള്ള ആ ഡെക്കേഡ് അവസാനിക്കുന്നത്. Consequently, Independence Day was observed on 26 January 1930 all over the country. അവർ 26 ജനുവരി 1930 ഓൾ ഓവർ ദ കൺട്രി ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് വരെ ഒബ്സർവ് ചെയ്തു. ആക്ച്വൽ ഇൻഡിപെൻഡൻസ് നമുക്ക് 15 ഓഗസ്റ്റ് 1947 കിട്ടിയതെങ്കിലും ഈ ഒരു പൂർണ്ണ സ്വരാജും അതിനോട് അസോസിയേറ്റഡ് ആയവർ ഈ 26 ജനുവരി 1930 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുകയും കൂടി ചെയ്തു. ഇറ്റ് ടേക്സ് എ ലൗഡ് വോയിസ് ടു മേക്ക് ദ ഡെഫ് ഹിയർ, ഇൻകുലാബ് സിന്ദാബാദ്. ഡെഫായ, അതായത് കേൾവിയില്ലാത്ത ഒരാളെ കേൾപ്പിക്കാനായിട്ട് ഒരു വലിയൊരു വോയിസ് ഉണ്ടാക്കണം, നോയ്സ് ഉണ്ടാക്കണം, സൗണ്ട് ഉണ്ടാക്കണം, എന്നാലേ അവർ കേൾക്കുള്ളൂ. അങ്ങനെ ഒരു സ്ലോഗൻ ഇൻകുലാബ് സിന്ദാബാദ് എന്നൊരു സ്ലോഗനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റെവല്യൂഷണറി നാഷണലിസ്റ്റ് സച്ച് ആസ് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് ആൻഡ് അതേഴ്സ്. ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും സുഖ്ദേവും മറ്റുള്ളവരും they wanted to fight against the colonial rule, ബ്രിട്ടീഷ് റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം. ആൻഡ് റിച്ച് എക്സ്പ്ലോയിറ്റിംഗ് ക്ലാസസ്, റിച്ച് ആയിട്ടുള്ളവർ താഴെയുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ത്രൂ എ റെവല്യൂഷൻ ഓഫ് വർക്കേഴ്സ് ആൻഡ് പെസൻസ്. വർക്കേഴ്സിൻ്റെയും പെസൻസിൻ്റെയും റെവല്യൂഷനിലൂടെ, വിപ്ലവത്തിലൂടെ ഇവർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. For this purpose, they funded ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയാണ്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, HSRA. അത് രൂപീകരിച്ചത് 1928 ഫിറോസ് ഷാ കോട്ട്ല, ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചാണ്. ഓൺ 17 ഡിസംബർ 1928 1928 ഡിസംബർ 17 ഭഗത് സിംഗ്, ആസാദ് ആൻഡ് രാജ്ഗുരു assassinated Saunders, a police officer who was involved in the lathi charge that had caused the death of Lala Lajpat Rai. ലാല ലജ്പത് റായിൻ്റെ മരണത്തിന് കാരണമായ ലാത്തി ചാർജ് നടത്തിയ സോണ്ടേഴ്സ് ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായ സോണ്ടേഴ്സിനെ അസാസിനേറ്റ് ചെയ്യണേ ഈ ഭഗത് സിംഗും ആസാദും അതുപോലെ തന്നെ രാജഗുരുവും കൂടിയിട്ട് 1928 ഇവർ അദ്ദേഹത്തെ, ഈ സോണ്ടേഴ്സിനെ വധിച്ചു. ഓൺ 8 ഏപ്രിൽ 1929 ഭഗത് സിംഗ് ആൻഡ് BK ദത്ത് ത്രൂ എ ബോംബ് ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ബോംബ് ഇടുകയാണ് 1929 ഈ ഭഗത് സിംഗും BK ദത്തും കൂടി. അത് അവരുടെ എയിം ആരെയും കൊല്ലാനായിരുന്നില്ല. ദ എയിം ആസ് ദെയർ ലീഫ്ലെറ്റ് എക്സ്പ്ലെയിൻഡ്, അവരുടെ ലീഫ്ലെറ്റിൽ പറയുന്നത് വാസ് നോട്ട് ടു കിൽ ബട്ട് ടു മേക്ക് ദ ഡെഫ് ഹിയർ. അതായത് കേൾവി കേൾക്കാത്ത ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി, ടു റിമൈൻഡ് ഫോറിൻ ഗവൺമെൻറ് ഓഫ് ഇറ്റ്സ് കാലസ് എക്സ്പ്ലോയിറ്റേഷൻ. അവർ ഇന്ത്യയിലെ ജനങ്ങളുടെ മേളിൽ നടത്തുന്ന എക്സ്പ്ലോയിറ്റേഷനിലെ അതിനെ ഒന്ന് റിമെമ്പർ ചെയ്യിപ്പിക്കാൻ, അതൊന്ന് അവരുടെ ചെവിയിലെത്തിക്കാൻ വേണ്ടി, അതിൻ്റെ തീവ്രത അറിയിക്കാൻ വേണ്ടി ചെയ്തതാണത്. ഭഗത് സിംഗ്, സുഖ്ദേവ് ആൻഡ് രാജ്ഗുരു വെർ എക്സിക്യൂട്ടഡ്. ഇതിനെല്ലാം കാരണമായവരെ ഇവരെ മാർച്ച് 23 1931 അവരെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഭഗത് സിംഗ്സ് ഏജ് അറ്റ് ദാറ്റ് ടൈം വാസ് ഓൺലി 23. 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഭഗത് സിംഗിന്. ഇതാണ് ഭഗത് സിംഗിൻ്റെ ഫോട്ടോ. ഈ ഫിഗറിൽ കാണുന്നത് ഡെമോൺസ്ട്രേറ്റേഴ്സ് ഓപ്പോസ് ദിസ് സൈമൺ കമ്മീഷനെ ഒപ്പോസ് ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്റേഴ്സിനെയാണ് റാലിയാണ് കാണിക്കുന്നത്. ഇൻ 1927 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷൻ അയക്കുകയാണ്.
ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഹെഡ് ചെയ്യുന്നത് ലോർഡ് സൈമണാണ്. അതുകൊണ്ട് ആ കമ്മീഷൻ്റെ പേര് സൈമൺ കമ്മീഷനായിരുന്നു. ദി കമ്മീഷൻ ഹാഡ് നോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ്. ആ കമ്മീഷനിൽ ഇന്ത്യയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ല. ദ ഡിസിഷൻ ക്രിയേറ്റഡ് ആൻ ഔട്ട്റേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അത് സ്വീകാര്യമായിരുന്നില്ല. ഓൾ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഡിസൈഡഡ് ടു ബോയ്ക്കോട്ട് ദ കമ്മീഷൻ. ഈ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, അതിനെ എതിർക്കാൻ തീരുമാനിക്കുകയാണ്. വെൻ ദ കമ്മീഷൻ അറൈവ്ഡ്, ആ കമ്മീഷൻ ഇന്ത്യയിൽ അറൈവ് ചെയ്തപ്പോൾ it was met with demonstrations with banners saying Simon go back എന്ന ബാനറുകൾ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ഇനി അടുത്ത പാട്ട് നമുക്ക് മാർച്ച് ടു ദണ്ഡി മാർച്ചിനെ കുറിച്ച് നമുക്ക് അടുത്ത പാട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.